ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വീണ്ടും ഒരു അടിപൊളി ആഫ്രിക്കൻ വിഭവവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ചിപ്സ് മയായി എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇടുന്ന ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യം നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കേണ്ടത്. അതിനുശേഷമാണ് ഇതിൽ മുട്ടയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയുടെ പേര് ഞാൻ പറഞ്ഞുവല്ലോ, ചിപ്സ് മയായി എന്നാണ്. ചിപ്സ് എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. മയായി എന്ന് പറയുന്നത് മുട്ടയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഈ ചിപ്സ് മയായിൽ ചേർത്തിട്ടുള്ളത്. എല്ലാവരുടെയും വീടുകളിലും ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇതിനു മുമ്പ് ഞാനൊരു ആഫ്രിക്കൻ പലഹാരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മണ്ടാസി. അത് നിങ്ങളെല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നത്. താങ്ക് യു സോ മച്ച്. ഈ ഒരു റെസിപ്പിയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 എണ്ണം എടുത്തത്. അപ്പോൾ നമ്മുടെ ചിപ്സ് മയായിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മുട്ടയാണ് ആവശ്യം. 2 മുട്ടയാണ് ഇതിന് വേണ്ടത്. ഈ 2 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം ചിപ്സ് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അല്പം കുറവോ കൂടുതലോ ഒക്കെ ചേർക്കാം. ഒരു പാനിൽ അല്പം എണ്ണ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിപ്സ് മയായി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 1 മിനിറ്റ് ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ കൂട്ട് ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഭാഗത്തും മുട്ട എത്തത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വശം നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായാൽ മാത്രം മതി. 2 വശവും ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ചിപ്സ് മയായി റെഡിയാകും. ഇതുപോലെ സ്പാറ്റില വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഇത് സാധാരണ അവർ കഴിക്കുന്നത് ടൊമാറ്റോ സോസും കുറച്ച് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് സ്പാറ്റില കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിപ്സ് മയായി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 വശവും ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.